ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 26. കഥകൾ. ഭക്തപന്ത്, ഹരിചന്ദ്ര പിത്തലെ, ഗോപാൽ അംബേദ്കർ. മുഖവുരു. ഈ ലോകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഒന്നുമല്ല, പക്ഷേ മായയുടെ ഒരു കളിയാണ്. ഭഗവാന്റെ അത്ഭുത ശക്തി. ഈ വസ്തുക്കൾ വാസ്തവത്തിൽ ഇല്ല. വാസ്തവമായിരിക്കുന്നത് ബ്രഹ്മം മാത്രമാണ്. ഇരുളിനാൽ ഒരു കയറിനെയോ മാലയെയോ നാം പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മാതിരി നാം എപ്പോഴും പുറമേ കാണുന്നതിനെ മാത്രം കാണുന്നു. സദ്ഗുരു മാത്രമാണ് നമ്മുടെ മനസ്സാവുന്ന കണ്ണുകളെ തുറന്ന് വാസ്തവങ്ങളെ തെളിയിച്ച് അവ കാണുന്ന മാതിരി അല്ല എന്ന് ഉണർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് നാം സദ്ഗുരുവിനെ ആരാധിച്ച് നല്ല കാഴ്ചയെ തരുവാൻ പ്രാർത്ഥിക്കാം. അത് വേറൊന്നുമല്ല, ദൈവകാഴ്ച. അന്തർദാനം. ഹേമന്ത് പന്ത് ഒരു ആരാധനാ സമ്പ്രദായം നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മൾ സദ്ഗുരുവിന്റെ പാദങ്ങളെ സന്തോഷാശ്രുക്കൾ കൊണ്ട് തുടയ്ക്കാം. സ്നേഹചന്ദനം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുരട്ടാം. സത്യമായ വിശ്വാസ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ മറയ്ക്കാം. നമ്മളിലുള്ള 8 സദ്ഗുണങ്ങളാകുന്ന താമരപ്പൂക്കൾ കൊണ്ട്, നിശ്ചല മനസ്സാകുന്ന പഴങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കാം. ഭക്തിയാകുന്ന വസ്ത്രത്തെ അതിൽ കെട്ടി തലയിൽ കരിപ്പൊടി ചൂടി നമ്മുടെ ശിരസിനെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അർപ്പിക്കാം. എല്ലാ അലങ്കാരങ്ങളും ഈ വിധത്തിൽ ചെയ്യണം. അന്തർധ്യാനം. ഹേമന്ത് പന്ത് ഒരു ആരാധനാ സമ്പ്രദായം നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മൾ സദ്ഗുരുവിന്റെ പാദങ്ങളെ സന്തോഷാശ്രുക്കൾ കൊണ്ട് തുടയ്ക്കാം. സ്നേഹ ചന്ദനം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുരട്ടാം. സത്യമായ വിശ്വാസത്തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ മറയ്ക്കാം. നമ്മളിലുള്ള 8 സദ്ഗുണങ്ങളാകുന്ന താമരപ്പൂക്കൾ കൊണ്ട്, നിശ്ചല മനസ്സാകുന്ന പഴങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കാം. ഭക്തിയാകുന്ന വസ്ത്രത്തെ അതിൽ കെട്ടി തലയിൽ കരിപ്പൊടി ചൂടി നമ്മുടെ ശിരസിനെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അർപ്പിക്കാം. എല്ലാ അലങ്കാരങ്ങളും ഈ വിധത്തിൽ ചെയ്യണം. പിന്നീട് നാം ഭക്തിയോടെ സമർപ്പിച്ച് ചൂട് കുറയ്ക്കുവാനായി പരമസുഖപ്രദമായ അത്തർ പൂശി ചാമരം വീശാം. ആരാധനയ്ക്ക് ശേഷം നമ്മൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഞങ്ങളുടെ മനസ്സടക്കി നല്ലതും തീയതും അറിയുവാനും ഏലോക വസ്തുക്കളിൽ ബന്ധമോ ആഗ്രഹമോ ഇല്ലാതാക്കി ആത്മബോധം ഉണർത്തിത്തരൂ. മനസ്സാലും ശരീരത്താലും ഞങ്ങൾ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ നിങ്ങളുടേതാക്കൂ. ഞങ്ങൾ ഒരിക്കലും സന്തോഷവും സങ്കടവും അറിയുകയില്ല. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ മനസ്സിനെ നയിക്കൂ. ഞങ്ങളുടെ മനസ്സ് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. ആമീൻ. ഇനി ഈ അധ്യായത്തിലെ കഥകളിലേക്ക് നീങ്ങാം. ഭക്തപന്ത്. ഒരിക്കൽ പന്ത് എന്ന ഒരു ഭക്തന് ഷിർദി സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിന് ഷിർദിക്ക് പോവാൻ മനസ്സില്ലായിരുന്നു. പക്ഷേ മനുഷ്യൻ ഒന്ന് നിശ്ചയിക്കുന്നു, ദൈവം വേറൊന്നു വരുത്തുന്നു. അദ്ദേഹം BB&CI തീവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. അതിൽ ഷിർദിക്ക് പോകുന്ന ധാരാളം സ്നേഹിതന്മാരെ കണ്ടു. അവരെല്ലാവരും അദ്ദേഹത്തോട് അവരുടെ കൂടെ ഷിർദിക്ക് ചെല്ലുവാൻ ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് പറയുവാൻ സാധിച്ചില്ല. എല്ലാവരും മുംബൈയിൽ ഇറങ്ങി. പക്ഷെ പന്ത് മാത്രം വീരാറിൽ ഇറങ്ങി. അവിടെ ചെന്ന് തൻ്റെ ഗുരുവിൻ്റെ സമ്മതം വാങ്ങി വഴിച്ചിലവിന് തയ്യാറെടുത്ത് ഷിർദി ആളുകളോടൊപ്പം സ്ഥലം വിട്ടു. അവരെല്ലാവരും രാവിലെ ഷിർദിയിലെത്തി. 11 മണിക്ക് ബാബയെ തൊഴാനായി മസ്ജിദിലേക്ക് പോയി. അവിടെ നിന്നിരുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ പന്ത് മൂർച്ഛിച്ച് താഴെ വീണു. അവരെല്ലാവരും ഭയന്നുപോയി. എന്നിട്ട് അദ്ദേഹത്തെ മൂർച്ചയിൽ നിന്ന് ഉണർത്തുവാൻ ശ്രമിച്ചു. ബാബയുടെ അനുഗ്രഹത്താൽ തലയിൽ കുറെ വെള്ളം തളിച്ചപ്പോൾ പന്തിന് ഉണർവ് വന്നു. ഇരിക്കാൻ സാധിച്ചു. അത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഭാവത്തിലായിരുന്നു. മറ്റൊരു ഗുരുവിന്റെ ശിഷ്യനാണെന്നറിഞ്ഞ ബാബ താഴെ പറയുന്ന വിധത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന് തൻ്റെ ഗുരുവിലുള്ള ഭക്തി സമ്മതിക്കുകയും ചെയ്തു. എന്തു വന്നാലും ശരി, നിങ്ങളിലെ ദൃഢമായ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇരിക്കൂ. പന്തിന് ഉടനടി അതിന്റെ ഗൂഢാർത്ഥം മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഗുരുവെ ഓർമ്മ വന്നു. ബാബയുടെ ദയാവിനെ ആയുഷ്കാലം മുഴുവനും ഓർമ്മിച്ചിരുന്നു. ഹരിചന്ദ്ര പിത്തലെ. മുംബൈയിൽ ഹരിചന്ദ്ര പിത്തലെ എന്ന ഒരു മാന്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരേ മകൻ ചുഴലി എന്ന രോഗത്താൽ വിഷമിച്ചിരുന്നു. അദ്ദേഹം പല ഇംഗ്ലീഷ് ആയുർവേദ ചികിത്സകൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സന്യാസിമാരെ സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു.
15-ാമത്തെ അധ്യായത്തിൽ ദസ്കനു അദ്ദേഹത്തിന്റെ ശോഭകരമായ കീർത്തനങ്ങൾ മൂലം ബാബയുടെ കീർത്തിയെ മുമ്പേ മുഴുവനും അറിയിച്ചു. 1910 പിത്തലെ ഇതിൽ ചില കീർത്തനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സ്പർശനത്താൽ മാത്രം മാറാത്ത പല രോഗങ്ങൾ മാറ്റിയെന്നും കേട്ടിരുന്നു. അതുകാരണം സായിയെ കാണുവാനുള്ള ഒരാഗ്രഹം മനസ്സിൽ ഉദിച്ചു. എല്ലാം തയ്യാറാക്കി ഒരു പഴക്കൂടയും എടുത്ത് പിത്തലെ കുടുംബസമേതം ഷിർദിക്ക് വന്നു. മസ്ജിദിലേക്ക് പോയി ബാബയെ നമസ്കരിച്ചു. തന്റെ അസുഖക്കാരനായ മകനെ ബാബയുടെ പാദങ്ങൾക്കരികിൽ ഇരുത്തി. ബാബ കുട്ടിയെ കണ്ടതോടൊപ്പം ഒരു സംഭവം നടന്നു. കുട്ടിയുടെ കണ്ണുകൾ വട്ടത്തിൽ ചുറ്റി അതിൽ മയങ്ങി വീണു. അവന്റെ വായിൽ നിന്നും നുര വരുവാൻ തുടങ്ങി. ഇത് കണ്ട മാതാപിതാക്കൾ വളരെ ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് സാധാരണയായി മൂർച്ഛിച്ചു വീഴുന്ന രോഗം പതിവായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് വളരെ നേരത്തേക്ക് തുടർന്നു നിന്നു. അമ്മ കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ അവസ്ഥ ഒരാൾ കള്ളന്മാരെ ഭയന്ന് ഒരു വീട്ടിൽ കയറി അത് വീണ കണക്കിലും, അല്ലെങ്കിൽ ഒരു പശു നരിയെ ഭയന്ന് ഓടി ഒരു കശാപ്പുകാരൻ്റെ കയ്യിൽ അകപ്പെട്ട പോലെയും, അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ ചൂട് സഹിക്കാതെ തണലിനായി മരത്തണലിൽ ചെന്നപ്പോൾ ആ മരം അവൻ്റെ തലയിൽ വീണ പോലെയും, അല്ലെങ്കിൽ ഒരു ഭക്തൻ തൊഴാനായി അമ്പലത്തിൽ ചെന്നപ്പോൾ അത് ഇടിഞ്ഞു വീണ പോലെയും ആയിരുന്നു. ബാബ വളരെ സമാധാനപ്പെടുത്തി പറഞ്ഞു, ഇങ്ങനെ വിലപിക്കേണ്ട, കുറേ നേരം ക്ഷമയോട് കൂടിയിരിക്കൂ. കുട്ടിയെ നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലൂ. അവന് അരമണിക്കൂറിനുള്ളിൽ മയക്കം തെളിയും. ബാബ പറഞ്ഞ മാതിരി അവർ ചെയ്തു. വടാവിലേക്ക് കൊണ്ടുചെന്നയുടൻ ആ കുട്ടി പൂർവ്വസ്ഥിതിയിലായി. പിത്തലെ കുടുംബത്തിനുണ്ടായിരുന്ന സംശയം തീർന്നു. പിന്നെ പിത്തലെയും ഭാര്യയും ബാബയെ കാണുവാൻ ചെന്നു. നമസ്കരിച്ചു. വളരെ മര്യാദയോടുകൂടി ബാബയുടെ കാലടികളെ ഒഴിയുവാൻ തുടങ്ങി. അങ്ങനെ അവരുടെ നന്ദിയെ പ്രകടിപ്പിച്ചു. ബാബ പിന്നീട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ധാരണകൾ, സംശയങ്ങൾ എല്ലാം ഇപ്പോൾ തീർന്നുവോ? ഭഗവാൻ അരിയെ ക്ഷമയോടെ വിശ്വസിച്ചാൽ അദ്ദേഹം എല്ലാവരെയും രക്ഷിക്കും. പിത്തലെ ഒരു പണക്കാരനും മാന്യനുമായിരുന്നു. അദ്ദേഹം മധുര പലഹാരങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്തു. ബാബയ്ക്ക് ഒന്നാന്തരം ഫലങ്ങളും പാൻപീടയും കൊടുത്തു, വെറ്റിലയും. ശ്രീമതി പിത്തലെ തികഞ്ഞ ദൈവഭക്തിയുള്ള സാധാരണക്കാരിയും വിശ്വസിക്കാത്തവളുമായിരുന്നു. അവൾ കമ്പത്തിന്റെ അടുത്തിരുന്ന് ബാബയെ നോക്കിക്കൊണ്ടിരുന്നു. സന്തോഷാശ്രുക്കൾ അവളുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകി. അവളുടെ സ്നേഹത്തോടു കൂടിയ സ്വഭാവം കണ്ട് ബാബ വളരെയധികം സന്തോഷിച്ചു. ഈശ്വരനോടെന്ന പോലെ സന്യാസിമാർക്ക് അവരുടെ ശിഷ്യന്മാർ ആരെങ്കിലും ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു കീഴടങ്ങുന്നുവോ അവരെ ആശ്രയിക്കുന്നു. ബാബയുടെ കൂടെ കുറെ സന്തോഷകരമായ ദിവസങ്ങൾ കഴിച്ച ശേഷം പിത്തലെ കുടുംബം ബാബയോട് വിടവാങ്ങാനായി മസ്ജിദിലേക്ക് ചെന്നു. ബാബ അവർക്ക് വിഭൂതിയും ആശീർവാദങ്ങളും കൊടുത്ത് പിത്തലയെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ബാബു, നിനക്ക് ഞാൻ 3 രൂപ തരുന്നു. അവയെ നിങ്ങളുടെ പൂജയിൽ വെക്കുക. നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. ശ്രീ പിത്തലെ പ്രസാദമായി അവയെല്ലാം സ്വീകരിച്ചു. ബാബയെ ഒരിക്കൽ കൂടി നമസ്കരിച്ചു. സായിയുടെ ആശീർവാദങ്ങൾക്കായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓരോ ആലോചനകൾ ഉത്ഭുതമായി. അതായത് ഈ ഷിർദി സന്ദർശനം ആദ്യത്തേതായിരുന്നതിനാൽ അദ്ദേഹത്തിന് ബാബ എന്താണ് വിചാരിച്ചതെന്ന് മനസ്സിലായില്ല. അദ്ദേഹം 2 രൂപ നേരത്തെ തന്നുവെന്ന് പറഞ്ഞു. അത് എപ്പോഴായിരുന്നു? ഈ അത്ഭുതത്തെ അറിയാൻ പിത്തലയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ബാബ നിശബ്ദനായിരുന്നു. പിത്തലെ മുംബൈക്ക് തിരിച്ചു ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സായ അമ്മയോട് ഷിർദിയിൽ നടന്ന വിവരങ്ങളും ബാബ 2 രൂപ നേരത്തെ തന്നിട്ടുണ്ടെന്നും പറഞ്ഞു. രഹസ്യവും വിശദമായി അറിയിച്ചു. അമ്മയ്ക്ക് ആ രഹസ്യം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. കുറേ നേരം ആലോചിച്ചു. പിന്നീട് അവർ ഒരു സംഭവം ഓർക്കുകയും ആ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും, നീ സായിബാബയെ കാണാൻ ചെന്ന മാതിരി നിന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ അയക്കൽ കോട്ടയിലേക്ക് മഹാരാജിനെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയി. ആ മഹാരാജാവ് ഒരു സിദ്ധനും യോഗിയും സർവജ്ഞനും ദയാലുവുമായിരുന്നു. നിന്റെ അച്ഛൻ ഭക്തനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ ആശീർവദിച്ചു. പിന്നെ ബാബ 2 രൂപ പ്രാർത്ഥനയിൽ വെച്ചു പൂജിക്കാനായി കൊടുത്തു. അദ്ദേഹം മരിക്കുന്നത് വരെ അത് ചെയ്തു. അതിൽ പിന്നെ പ്രാർത്ഥന നിരസിക്കപ്പെടുകയും ആ രൂപ കളഞ്ഞു പോവുകയും ചെയ്തു. കാലപ്പോക്കിൽ ആ 2 രൂപയെ മറന്നു പോവുകയും ചെയ്തു.
നീ ഭാഗ്യവാനായതിനാൽ അക്കൽക്കോട്ട മഹാരാജ സായി രൂപത്തിൽ നിന്റെ കടമകളെ ചെയ്യുവാനും ഓർമ്മിക്കാനും അപായങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ഇപ്പോൾ വന്നിട്ടുണ്ട്. ജാഗ്രതയായിരിക്കൂ. എല്ലാ വിചാരങ്ങളും സന്ദേഹങ്ങളും കളഞ്ഞ് പ്രാപിതൻ മഹാന്മാർ വംശദേവന്മാർക്ക് ചെയ്തിരുന്ന പ്രാർത്ഥനകളെയും രൂപയെയും വെച്ച് സന്യാസിമാരുടെ അനുഗ്രഹങ്ങളിൽ അഭിമാനം കൊള്ളുക. സായി സമർത്ഥയായി നിന്നിൽ ഭക്തിയെ തിരികെ ഉണർത്തിച്ചിരിക്കുന്നു. ആയതിനാൽ അതിനെ നിന്റെ നന്മയ്ക്കായി കാണുക. അമ്മയുടെ വിവരണങ്ങൾ കേട്ട് പിത്തലെ വളരെ സന്തോഷിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ ബാബയുടെ സർവജ്ഞാനത്വം മനസ്സിലായി. ദർശനത്തിന്റെ ആവിഷ്കതയും അറിഞ്ഞു. അതിനുശേഷം അദ്ദേഹം തന്റെ സ്വഭാവത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തി വന്നു. ശ്രീ അബഡേക്കർ ഗോപാൽ നാരായണ അബഡേക്കർ ബാബയുടെ പൂനെയിലെ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം 10 വർഷക്കാലം താന സംസ്ഥാനത്തിൽ അബ്കാരി നികുതി വകുപ്പിൽ ജോലി ചെയ്തിരുന്നു. അവിടുന്ന് പിരിഞ്ഞതിനു ശേഷം വേറെ ജോലിക്ക് ശ്രമിച്ചു. പക്ഷേ അത് വിജയകരമായിരുന്നില്ല. മറ്റു പല ദുർസംഭവങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ നില വീണ്ടും മോശമായി. അങ്ങനെ 7 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ എല്ലാ വർഷവും ഷിർദിക്ക് ചെന്ന് ബാബയെ ദർശിച്ചു തന്റെ സങ്കടങ്ങൾ ബാബയ്ക്ക് സമർപ്പിച്ചിരുന്നു. 1916 അദ്ദേഹത്തിന്റെ നില തീരെ മോശമായി. അതിനാൽ അദ്ദേഹം ഷിർദിയിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാനായി തീരുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഭാര്യ സഹിതം ഷിർദിക്ക് വന്നു. 2 മാസം താമസിച്ചു. ഒരു ദിവസം രാത്രി ഒരു കാളവണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഡിക്തിസ്തിറ്റ് വടാവിന്റെ മുൻപിലുള്ള ആ കിണറ്റിൽ ചാടി തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ബാബ അത് വേറെ വിധത്തിൽ ഗ്രഹിച്ചു. ആ സ്ഥലത്ത് നിന്ന് കുറെ അകലെ ഒരു ഭക്ഷണശാലയുണ്ട്. അതിന്റെ ഉടമസ്ഥൻ ശ്രീ സഗുണനോട് ഒരു ബാബാ ഭക്തൻ പുറത്തു വന്നു പറഞ്ഞു, നിങ്ങളെപ്പോഴെങ്കിലും അക്കൽക്കോട്ട മഹാരാജാവിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? അബഡേക്കർ ആ പുസ്തകത്തെ സഗുണന്റെ അടുത്ത് നിന്ന് വാങ്ങി വായിക്കാൻ തുടങ്ങി. ദൈവാധീനത്താൽ അദ്ദേഹം ഒരു കഥ അക്കൽക്കോട്ട് മഹാരാജാവിന്റെ സമയത്ത് നടന്നത് വായിച്ചു. ഒരു ഭക്തൻ മാറാത്ത സുഖക്കേടിനാൽ കഷ്ടപ്പെട്ടിരുന്നു. കഷ്ടതയും വേദനയും അനുഭവിക്കാൻ കഴിയാത്ത നിലയിലായപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി. തൻ്റെ കഷ്ടതകൾ കൊടുക്കുവാനായി ഒരു രാത്രി കിണറ്റിൽ ചാടി. ഉടനടി മഹാരാജാവ് അവിടെ വന്നു അവനെ തൻ്റെ കൈകൊണ്ട് പുറത്തേക്കെടുത്തിട്ടു. ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ മുൻ ജന്മഫലമോ കെട്ടതോ അനുഭവിച്ചേ തീരൂ. അത് തീർന്നിട്ടില്ലെങ്കിൽ ആത്മഹത്യ സഹായിക്കില്ല. വീണ്ടും ഒരു ജന്മമെടുത്ത് അനുഭവിക്കണം. അതുകൊണ്ട് ദുരിതങ്ങൾ അനുഭവിച്ച് കർമ്മഫലങ്ങൾ ഒന്നിച്ച് തീർക്കരുതോ? ഇത് തൻ്റെ അവസ്ഥയ്ക്ക് യോജിച്ചതാകയാൽ അബഡേക്കർ അതിശയിക്കുകയും മനസ്സിൽ മാറ്റമുണ്ടാവുകയും ചെയ്തു. ബാബ തക്ക സമയത്ത് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ അബഡേക്കർ ഒരു പക്ഷേ ഇല്ലാതായിരിക്കും. ബാബയുടെ സർവവ്യാപ്തത്താലും ദയാലും അബഡേക്കറുടെ ഭക്തിയും വിശ്വാസവും ദൃഢമാവുകയും ഒരു പരമാർത്ഥ ഭക്തനാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അക്കൽക്കോട്ട മഹാരാജാവിൻ്റെ ഭക്തനായിരുന്നു. മകനും അച്ഛൻ്റെ കാലടികളെ പിന്തുടരുമെന്ന് ബാബ ആഗ്രഹിച്ചു. പിന്നീട് അദ്ദേഹത്തിന് സായിബാബയുടെ അനുഗ്രഹം ലഭിക്കുകയും അദ്ദേഹത്തിന് ഉയർച്ച ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ജാതകം പഠിക്കുകയും അതിൽ വിദഗ്ധനായി തീരുകയും ചെയ്തു. അദ്ദേഹത്തിന് ആവശ്യമുള്ള പണം സമ്പാദിക്കാൻ കഴിയുകയും പിന്നീടുള്ള ജീവിതം സന്തോഷകരമാവുകയും ചെയ്തു. ആമേൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ. ആമേൻ.